കാണക്കാരി പഞ്ചായത്ത് കുടുംബശ്രീ CDS വാർഷികവും കലോത്സവവും നടന്നു. കാണക്കാരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ചലച്ചിത്ര താരം ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സാമൂഹ്യ മാറ്റങ്ങളിൽ വലിയ പങ്കാണ് കുടുംബശ്രീ പ്രസ്ഥാനങ്ങൾ വഹിച്ചതെന്ന് ഉദ്ഘാടക ഗായത്രി വർഷ പറഞ്ഞു. കുടുംബശ്രീക്കും ഹരിതകർമ്മ സേനയ്ക്കും എവിടെ ചെന്നാലും മുമ്പിൽ അവരുണ്ടാവും. ഹരിതകർമ്മ സേന അല്ലേ? ഒരു സംശയം, കളിയാക്കാൻ പറയുന്നതല്ല, ശരിക്കും പറയുന്നതാ, നന്നായി പറയുന്നതാ. കുടുംബശ്രീയും ഹരിതകർമ്മ സേനയും കേരളത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 98 മുതൽ 27 വർഷമായി ഈ കുടുംബശ്രീയും ഇപ്പോൾ ഏറ്റവും സജീവമായി നാടിൻ്റെ ശുചിത്വം ഏറ്റെടുത്തിരിക്കുന്ന ഈ ഹരിതകർമ്മ സേനയും നാട്ടിലില്ലായിരുന്നെങ്കിൽ, അതാണ് നമ്മളുടെ ഈ വാർഷികത്തിൻ്റെ പ്രസക്തി. ഈ വാർഷികത്തിൻ്റെ പ്രസക്തി എന്നല്ല, ഇന്ന് കേരളം അന്തസ്സായിട്ട് അഭിമാനത്തോടെ നിൽക്കുന്ന 2025 എന്നുള്ളൊരു വർഷം പുലർന്നു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഏറ്റവും കുറച്ചുകൂടി ഇങ്ങനെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഈ വർഷം കേരള പിറവി എന്ന് പറയുന്ന ദിവസം കേരളത്തിൽ ഒരു അതിദരിദ്രനില്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ പോകുന്ന വർഷമാണ്. കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് കെ ദിവാകർ മുഖ്യപ്രഭാഷണം നടത്തി. ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ജോൺ ചിറ്റേത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല ജിമ്മി, കാണക്കാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു പഴയപുരയ്ക്കൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാണക്കാരി അരവിന്ദാക്ഷൻ, സ്റ്റാൻഡ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ലവ്ലി മോൾ വർഗീസ്, വിനീത രാഗേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൊച്ചുറാണി സെബാസ്റ്റ്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സിൻസി മാത്യു, ആശാമോൾ ജോബി, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കാണക്കാരി പഞ്ചായത്ത് മെമ്പർ സെക്രട്ടറി പ്രിൻസ് ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. CDS ചെയർപേഴ്സൺ സൗമ്യ സന്തോഷ് സ്വാഗതവും CDS അക്കൗണ്ടന്റ് അനു കെ കൃതജ്ഞതയും പറഞ്ഞു. സമ്മേളനത്തിന് മുന്നോടിയായി 100 കണക്കിന് കുടുംബശ്രീ CDS അംഗങ്ങൾ പങ്കുചേർന്ന് വർണ്ണാഭമായ ഘോഷയാത്രയും നടന്നു. കാണക്കാരി കളത്തൂർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു പഴയപുരയ്ക്കൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. നിശ്ചല ദൃശ്യങ്ങൾ, പ്ലോട്ടുകൾ, വിവിധ കലാരൂപങ്ങൾ എന്നിവ ഘോഷയാത്രയ്ക്ക് മിഴിവേകി. i4A ന്യൂസ്, ഏറ്റുമാനൂർ.